എല്ലാവരും കൃപാസന മാതാവ് അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതൊരു പ്രത്യേക പ്രാർത്ഥനയാണ്. കൃപാസന മാതാവിനോടുള്ള ഒരു അത്ഭുത പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനയെ നിങ്ങൾ ഭക്തിയോട് തന്നെ പങ്കെടുക്കുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും മാതാവിനോട് പ്രതിജ്ഞ ചെയ്യണം, ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ചെയ്തേക്കാം എന്ന്. ഒരു കാര്യമെങ്കിലും നിങ്ങൾ ചെയ്തിരിക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രതിജ്ഞ നിങ്ങൾ മാതാവിനോട് വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഉറപ്പ് പറയുന്നു, കൃപാസന മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടും. നിങ്ങളുടെ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും അതെല്ലാം മാറിപ്പോവാൻ കൃപാസന മാതാവ് നിങ്ങൾക്ക് വഴിയൊരുക്കും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാതാവ് നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ദിവസത്തെ പ്രാർത്ഥനകളും നിങ്ങൾ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അതുപോലെ തന്നെ ഞാൻ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തതിന് ശേഷം ഈ പ്രാർത്ഥനയെ നിങ്ങൾ കമൻ്റായിട്ട് ആമേന്ന് നിങ്ങൾ കമൻ്റായിട്ട് ഇടണം. തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ പ്രാർത്ഥനയിലൂടെ. ഈ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ഉദ്ദേശിക്കുന്നത് സാമ്പത്തികപരമായിട്ട് തകർന്നിരിക്കുന്ന, ഇപ്പം പലരും നമുക്കറിയാം, ജോലി കിട്ടിയിട്ടും ജോലി സ്ഥലങ്ങളിൽ വല്ലാതെ ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ജോലി സ്ഥലങ്ങളിൽ പോലും അതായത് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി ഒരു ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നവർ, പണം ആശിച്ച് കിട്ടിയിട്ട് പോലും ആ ജോലി ചെയ്യാൻ പറ്റുന്ന അവസ്ഥ. അത്തരം ആൾക്കാരെ ഞാൻ സമർപ്പിക്കുന്ന മെഡുമനിലേക്ക്, അതുപോലെ തന്നെ ജോലിക്കായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന അവരെ ഞാൻ സമർപ്പിക്കുന്ന മെഡുമനിലേക്ക്, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് തകർന്ന് നിൽക്കുന്നവർ, ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ, പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർ, അവരെല്ലാം അമ്മയുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, കൃപാസന മാതാവേ, അവരുടെ കാര്യത്തിൽ അമ്മയുടെ ഇടപെടലുണ്ടാവണമേ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെയാണോ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവർ കടന്നു പോകുന്നത്, പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും അവർക്ക് ഒരു ജീവിത നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലാണ് അവർ നിന്നു പോകുന്നതെങ്കിലും അമ്മേ മാതാവ് അവരെ അമ്മ കൈപിടിച്ച് ഉയർത്തണമേ. ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരാണ്, വീട് വെക്കാനോ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും, അതുപോലെ തന്നെ ജോലിക്ക് വരെ ബുദ്ധിമുട്ടുന്നവരാണെങ്കിലും, പൈസയുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണെങ്കിലും, നമുക്കറിയാം പലരും പറയുന്ന ഒരു കാര്യമാണ് സമ്പത്ത് ആവശ്യമില്ലെന്ന്. പക്ഷേങ്കിൽ സമ്പത്ത് ആവശ്യമുണ്ട്. കൃപാസന മാതാവ് നിങ്ങൾക്ക് സമ്പത്ത് വാരിക്കോരി തരും. തീർച്ചയാണ് അമ്മ നിങ്ങൾക്ക് സമ്പത്ത് വാരിക്കോരി തരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പം തീർച്ചയായിട്ടും നിങ്ങളത് വിശ്വസിക്കുക. കൃപാസന മാതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. സമ്പത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും, ഉറപ്പാണ്. ഞാൻ ഉറപ്പ് പറയുന്നു. അമ്മേ മാതാവ്, ഈ വീഡിയോ കാണുന്നവരെ, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ, ഈ പ്രാർത്ഥന മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്നവരെ, അമ്മേ മാതാവ്, ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ തീർച്ചയായിട്ടും കൃപാസന മാതാവേ സമ്പത്ത് കൊണ്ട് അവരെ നല്ലൊരു മനുഷ്യരാക്കി തീർക്കണമേ. സാമ്പത്തികപരമായ ഉയർച്ചയിലൂടെ അവരെ കൊണ്ടുപോകണമേ. അമ്മേ, അവർ അങ്ങനെ സാമ്പത്തികപരമായിട്ട് ഉയർച്ചയിലേക്ക് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അവർ തീർച്ചയായിട്ടും മറ്റുള്ളവർക്ക് സഹായമായി മാറുന്നതാണ്. കൃപാസന മാതാവിനോട് നിങ്ങളിത് ഏറ്റുപറയാം. എനിക്ക് സമ്പത്ത് കുമിഞ്ഞു കൂടിയാൽ ഉറപ്പായിട്ട് ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സഹായം ചെയ്യും. അതുപോലെ തന്നെ ഒരിക്കലും ഞാൻ അമ്മയിൽ നിന്ന് വിട്ടു പോകത്തില്ല എന്ന് കൂടി നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാം. കൃപാസന മാതാവെ തീർച്ചയായിട്ടും, അമ്മ മാതാവെ തീർച്ചയായിട്ടും ഇവരെ സമ്പന്നതയിലേക്ക് ഉയർത്തണമേ. അമ്മേ മാതാവെ തീർച്ചയായിട്ടും ഉയർത്തണമേ. അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുക, കൃപാസന മാതാവ് തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നതാണ്. സുരസ്ഥനായതാവേണ്ട നമ്പൂതിരിയുടെ രാജ്യക്കാരുടെ മേടിതരമാണ് സുസ്രോത്തിലെ ഭൂമിയിൽ വാങ്ങണമേ. ഒന്നു വേണ്ടി ആഹാരം നേടുതരണമേ. എടുത്തിട്ടുന്നോടെ ചെയ്യുന്നവരുടെ തെറ്റിയ രക്ഷണം പുറന്തെടുത്ത് തന്നെ രക്ഷണം എന്നും പറഞ്ഞാറമേ. സ്വസ്തി കർത്താവ് അങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടാണ്. അതിരത്തൂർമായി അനുഗ്രഹിക്കപ്പെടണം. അവർ സ്ഥാനമായ ബ്രാൻഡിമേ പാവുള്ള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞാൻ ഓർമ്മ സമയത്ത് നമ്പരാനുടെ രക്ഷണം ദാനമുദ്രം വിസ്താരമാവാൻ സ്തുതി. അതിലെപ്പോലെ എപ്പോഴും നയിക്കാവൻ. ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. ഈ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ആവശ്യവും അതുപോലെ തന്നെ ആമേൻ കമൻറ്റും കൂടെ ഇടുക. കൃപാസന മാതാവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.